ആമുഖമായി തന്നെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് വൈപ്പിൻ മേഖലയിലുള്ളവരുടെ പേരിലെ ഐക്യദാർഢ്യവും ആശംസകളും അറിയിക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ചരിത്രപരമായി ഏറെ പ്രസക്തിയുള്ള, പുരാവസ്തു വിജ്ഞാനവുമായി വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയിലാണ് ഈ സമരം നടക്കുന്നത്. സാധാരണഗതിയിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളോട് ശേഖരിച്ചു പോരുന്നത് ഉദാരവും വിശാലവുമായ ഒരു മനസ്ഥിതിയാണ്. എന്നാൽ അടുത്ത കാലത്ത് വളരെ വിചിത്രമായ ചില പേരുകൾ നമ്മുടെ സാമൂഹ്യ ചർച്ചകളിൽ രൂപപ്പെട്ടു വന്നു. അതിലൊന്ന് ലോഹയിട്ട തീവ്രവാദികൾ എന്നൊരു പദമായിരുന്നു. ഞാനൊരു ബൈബിൾ പ്രഭാഷകനാണ്, അതുകൊണ്ട് ഞാൻ ബൈബിൾ എന്തിയാണ് വന്നിട്ടുള്ളത്. ബൈബിൾ കയ്യിലേന്തിയ തീവ്രവാദി എന്ന് നാളെ ഒരു പേര് വന്നാലും അഭിമാന പുരസ്സരം ചില വസ്തുതകൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോടാണ് ഞങ്ങൾ ഐക്യദാർഢ്യം പുലർത്തുന്നത്. അതേക്കുറിച്ച് കേരള സമൂഹം പൊതുവിലും ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ മുഴുവൻ തന്നെ ഈ ചർച്ച ഇന്നെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ മുഖ്യധാര ചർച്ചകളിലൊക്കെ ഈ വിഷയം വരുമ്പോഴും ഇത് ബോധപൂർവം പൊതുജന സമൂഹത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അത്യധികം നമ്മുടെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ അവർക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയാത്ത ഒരു പരിസരം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു ചർച്ചയ്ക്ക് അവസരം കണ്ടെത്തിയത് എന്നും നമ്മൾ മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റം ഒരു പുതുമയല്ല. ഇങ്ങനെ ചില നാളുകളായി ഒരു പ്രത്യേക സമൂഹത്തെ ഭയന്നുകൊണ്ടും അവരുടെ ഇഷ്ടങ്ങൾക്കനുസൃതമായി മാത്രം ഒരു ജനാധിപത്യ രാജ്യം, സ്വതന്ത്രവും പരമാധികാരമുള്ള ഒരു ജനാധിപത്യ രാജ്യം ഭരണഘടനയെയും കോടതിയെയും തത്തുല്യ സംവിധാനങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് അവർക്ക് മാത്രം നിലനിൽക്കുന്ന ചില അവകാശങ്ങളുണ്ട്, അതിനോട് മറ്റുള്ളവർ വിനീത വിധേയരായി കഴിഞ്ഞുകൊള്ളണം എന്നുള്ള ഒരു താല്പര്യം രൂപപ്പെട്ടു വരികയും ആ താല്പര്യത്തെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉദ്യമിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കതിന്റെ കൂടെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മതസമൂഹത്തിനോ ഏതെങ്കിലും മറ്റേതെങ്കിലും വിശ്വാസധാരയോടെ ഉള്ള ആശയപരമായ ഒരു വൈരുദ്ധ്യത്തെ പ്രകടമാക്കാനൊന്നും ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നില്ല. പക്ഷെ പറയാതിരിക്കാൻ തരമില്ലാത്ത ഒരു കാര്യം, ഞാനിവിടെ വരുമ്പോൾ ധാരാളം സംഘടനകൾ ഐക്യദാർഢ്യമായിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നു. ഈ ഐക്യദാർഢ്യം കൊണ്ട് കാര്യമില്ല. കാരണം അത് ബോർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. വേട്ടക്കാരനൊപ്പം തോക്കുമായി നീങ്ങുക, ഇരയ്ക്കൊപ്പം യുദ്ധം ചെയ്യുക എന്നുള്ള ഇരട്ടത്താപ്പ് നമ്മുടെ മുഖ്യധാരാ മുന്നണികൾ ആദ്യം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇവിടെ വന്നിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങിയിട്ട് മറുവശത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നമുക്ക് വിപരീതമായ ദിശയിൽ കരം പൊക്കുകയും വോട്ട് ചെയ്യുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അത്തരം തെറ്റുകളെ ഞാൻ ആമുഖമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരമൊരു ചൂണ്ടിക്കാട്ടൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആശയപരമായി മറ്റൊരു ലോകത്തേക്ക് ക്രൈസ്തവർ മാറുന്നു എന്ന തരത്തിലെ ഒരു കഥനത്തിനായിരിക്കും എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഒന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ ഇത്തരം ചർച്ചകളിൽ പ്രധാനപ്പെട്ട CPM-നെയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ധാരാളമായിട്ടുള്ള പ്രമേയങ്ങൾ വന്നു, ധാരാളം കാര്യങ്ങൾ വന്നു. പക്ഷെ നമ്മൾ ഇതുവരെ CPI-യുടെ ഒരു നിലപാട് ഇതിൽ കേട്ടില്ല, ഗഹനമായൊരു നിലപാട് കേട്ടില്ല. അത് കേൾക്കേണ്ടതിന്റെ കാരണം മറ്റൊന്നുമില്ല. റവന്യൂ വകുപ്പ് കാലാകാലങ്ങളിലായി കൈയാളുന്ന ഒരു പാർട്ടിയാണ് CPI. ഈ പാർട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജനോ ആ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒന്നും സംസാരിച്ച് കണ്ടില്ല. റവന്യൂ വകുപ്പ് കാലാകാലങ്ങളിൽ കൈയാളുന്ന മറ്റൊരു പാർട്ടിയാണ് ബഹുമാനപ്പെട്ട മാണി സാറിന്റെ പാർട്ടി. അതിനും ആയാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഈ വകുപ്പ് കൈയാളുന്ന മറ്റൊരു പാർട്ടിയാണ്, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് ജോസഫ് സാറിന്റെ പാർട്ടി. ഈ പാർട്ടികളോടൊന്നും ഞങ്ങൾക്ക് വിരോധമോ വൈരുദ്ധ്യമോ ഒന്നുമില്ല. താരതമ്യേന ഈ മുന്നണികളിൽ ശാന്തമായി പ്രവർത്തിക്കുന്ന, മാനവികതയെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന, കുറെ കൂടി മൂല്യം ഈ പാർട്ടികളെക്കാൾ ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഒക്കെ പറയുന്ന സംഘടനകളായതുകൊണ്ട് നിങ്ങൾ മറ്റു രീതിയിൽ പ്രതികരിക്കില്ല എന്നും കരുതുന്നു. ഈ പാർട്ടികളുടെ നയം എന്താണ്? അവരുടെ നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിലപാടെന്താണ്?
ഇത്തരം തർക്കങ്ങൾ സംഭവിക്കുമ്പോൾ മൗനിയായി അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു ഉത്തരം പറയാതിരിക്കുന്നു എന്നിട്ട് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ മാത്രം നമ്മൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. മുഖ്യധാര എന്ന് ഞാൻ ഉദ്ദേശിച്ചത് CPM-നെയും കോൺഗ്രസ് പാർട്ടിയെയും മാത്രം നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഈ വകുപ്പ് കൈയാളുന്ന പാർട്ടിക്കും അതിന്റെ രാഷ്ട്രീയത്തിനും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഉത്തരം പറയുക മാത്രമല്ല ഒരു നിലപാടെടുക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുനമ്പം പ്രശ്നത്തിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തന്നെയാണ്. കാരണം അവരാണ് പറയേണ്ടത് ഈ മുനമ്പം ഭൂമിയുടെ അധികാരികൾ ആരാണ്, അവകാശികൾ ആരാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിനെ കുറിച്ചും ഒന്ന് പറയാനുണ്ട്. നമ്മളെ നാട്ടിൽ ആർക്കും തടസ്സമില്ലാതെ പാസ്സാകുന്ന ചില നിയമങ്ങളുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വലിയ തർക്കവും സംവാദവും ഒന്നും നടക്കാതെ പാസ്സാകുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഒന്ന് MLA-മാരുടെ ശമ്പളം സംബന്ധിച്ചാണ്. അതിനെതിരെ ആരും വോക്കൌട്ട് നടത്തി കണ്ടിട്ടില്ല. അതിനെതിരെ ഒരു MLA-യും പ്രതികരിച്ച് കണ്ടിട്ടില്ല. അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ ഏകപക്ഷീയമായിട്ടെടുക്കുന്നു. അവർ ഒന്നിച്ച് കൂട്ടുകൂടുന്നു. ഇത് അവരുടെ സ്വകാര്യമായ ഒരു ആവശ്യമായിട്ട് നമുക്ക് വിട്ടേക്കാം. പക്ഷെ രണ്ടാമതായിട്ട് ഇങ്ങനെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രം അധികാരമോ അവകാശമോ വരുന്ന തരത്തിലെ ചർച്ചകൾ വരുമ്പോഴേക്ക് നമ്മുടെ ആളുകൾ പെട്ടെന്ന് മതേതരവാദികളാകുന്നു. ആ തിന്മ ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തേക്ക് അത് പറയുന്ന ആളുകൾ സംഘപരിവാരങ്ങളുടെ ചട്ടങ്ങളാണെന്നോ അതുമല്ലെങ്കിൽ അവർ വർഗീയവാദികളാണെന്നോ ലോകയിട്ട വർഗീയവാദികളാണെന്നോ എന്ന നിലയിലേക്ക് ഒരു നരേഷൻ വരുന്നു. ഞാൻ ഇത്തരം മന്ത്രിമാരെ കുറിച്ചൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ ഉണ്ട്. അവരുടെയൊക്കെ പേര് 4 കാലും ഒരു വാലും തുമ്പിക്കൈയും ഉള്ളൊരു ജീവി എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ആന എന്ന് പറയും തന്നെയാകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയൊക്കെ പേര് പറയേണ്ടി വരുന്നത്. ഈ മന്ത്രിമാരുടെയൊക്കെ പേര് ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്നാലും വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാനായിരുന്ന റഷീദ് അലി തങ്ങളായിരുന്നാലും പിന്നീട് വന്ന TK ഹംസയായിരുന്നാലും ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഇതിലെ മേലധികാരികളായിരുന്നാലും ഇവരൊക്കെ കേരളത്തിലായിപ്പോയി എന്നുള്ളതാണ് അവരുടെ ഒരു പരിമിതി. കാരണം അവർ കേരളത്തിലല്ലായിരുന്നു എന്ന് വിചാരിക്കുക. കേരളം അവർക്ക് വേണ്ടത്ര വിധത്തിൽ വളരാൻ പറ്റിയൊരു മണ്ണൊന്നുമായിരുന്നില്ല. 2047 ഒക്കെ ആകുമ്പോഴേക്ക് വളരുമെന്നുള്ള ഒരു സ്വപ്നങ്ങളിലൂടെയാണ് ഇത്തരം സുഹൃത്തുക്കളുടെ യാത്ര. കേരളം ചില പരിമിതികളും മതേതര ബോധമുള്ള ബഹുജനങ്ങളുമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ വളരാൻ പറ്റിയില്ല. ഇവർ കേരളത്തിന് പുറത്ത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിലോ അതുമല്ലെങ്കിൽ പാലസ്തീനിലോ ഈ പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഹമാസിന്റെ തലവന്മാരോ ഹിസ്ബുള്ളയെ നയിക്കേണ്ട ആളുകളോ അവിടെ കൊമേനിയുടെ മരണശേഷം ഇതിനെയൊക്കെ കൊണ്ടു നടക്കേണ്ട ആളുകൾ അവരുടെ നിർഭാഗ്യം കൊണ്ടും ഇവിടെ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഹിസ്ബുള്ള ചെയ്യുന്നതോ ഹമാസ് ചെയ്യുന്നതുമായ ആയുധത്തിന്റെ ആ പ്രകടനശേഷി നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു പരിസ്ഥിതി നമ്മൾ ഇന്ന് കാണുകയാണ്. ഈ ഒരു ഘട്ടത്തെ വേദനയോടെ അഭിസംബോധന ചെയ്യുന്ന ഈ നാട്ടിലെ സുഹൃത്തുക്കൾ മുനമ്പം നിവാസികൾ രസകരമായ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. ആദരനായ റഷീദ് അലി തങ്ങളുടെ ഒരു പ്രസ്താവനയാണ്. എന്താണെന്ന് അറിയണ്ടേ? ഈ ഇവിടെ പാർക്കുന്ന ആളുകളോട് ഒരു മാനുഷികമായ പരിഗണന കാണിക്കണം. ഓക്കെ, വഖഫിന്റെ ഏത് നിയമത്തിലാണോ ഈ മാനുഷിക പരിഗണന ഈ 613 കുടുംബത്തോട് കാണിക്കാൻ? നിയമം നിങ്ങൾ തെറ്റിക്കരുത്. നോക്കണം, നികുതി അടച്ച് സ്വന്തം പേരിൽ കരമടച്ച് കാര്യങ്ങൾ കൊണ്ടു നടന്ന് വർഷാവർഷങ്ങളായി ഈ മണ്ണിൽ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മാനുഷിക പരിഗണന, അത്തരം സൗജന്യങ്ങളൊന്നും ദയവേത് ഓഫർ ചെയ്യരുത്. കാരണം ആ സൗജന്യങ്ങളല്ല, ഇത് നമ്മുടെ അവകാശമാണ്. അവകാശബോധത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കെന്തോ സൗജന്യം തരുന്നു എന്ന നിലയിലെ ഇത്തരം പ്രതിവാദനങ്ങളിൽ നിന്ന് ഇത്തരം തങ്ങൾമാർ പിന്മാറുകയാണ് വേണ്ടത് എന്ന് ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമില്ല. ഇത് ഈ വഖഫ് എന്ന് പറയുന്നത് ഞങ്ങൾ വഖഫ് വിരുദ്ധരൊന്നുമല്ല. ഈ വഖഫ് അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഒരു മതത്തിന്റെ അവകാശങ്ങളാണെങ്കിൽ അത് മതത്തിന്റെ സ്വകാര്യതയിൽ ചെയ്യേണ്ടതാണ്. ആ മതത്തിന്റെ സ്വന്തം ആശയങ്ങളിലോ സ്വന്തം ആളുകളുടെ ഇടപാടുകളിലോ ആ ലോകത്ത് ചെയ്യേണ്ട, അത് ക്രൈസ്തവരായിരുന്നാലും ഹൈന്ദവരായിരുന്നാലും തങ്ങൾക്കുള്ള സ്വകാര്യ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഈ വഖഫ് അവകാശങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരുന്നു. എന്താണ് ഈ വഖഫ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞങ്ങളൊക്കെ അതിന്റെ ചരിത്രവും വസ്തുതയും ഒക്കെ പഠിച്ച് സംവാദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. വഖഫ് അള്ളാഹുവിന് സമർപ്പിച്ച ഭൂമിയാണ്. പരമകാരുണ്യവാനായ അള്ളാഹുവിന് സമർപ്പിച്ച ഭൂമിയാണ്. മൗദൂദി സാഹിബിന്റെ ഭാഷ്യത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യരും എല്ലാം അള്ളാഹുവിനുള്ളതാണ്. നമ്മളെല്ലാം വഖഫാണ് മൗദൂദി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞത്. എന്തോ ഒരു വിശാലത! പക്ഷേ മൗദൂദി സാഹിബിന്റെ ഈ ഭാഷയിൽ പക്ഷേ ഈ മുനമ്പത്ത് താമസിക്കുന്ന ഏതാണ്ട് 613 കുടുംബങ്ങൾ പെട്ടുകയല്ല. പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ വിശാലതയിലൊന്നും നിങ്ങളാരും പെടുന്നില്ല, നമ്മളാരും പെടുന്നില്ല.
അപ്പൊ ഇവിടെ വരുമ്പോൾ മാത്രം അള്ളാഹുവിന്റെ പ്രത്യേക സമൂഹത്തോട് കാരുണ്യം തോന്നുമെങ്കിൽ അള്ളാഹു അങ്ങനെ ഒരു യൂണിവേഴ്സൽ ഗോഡാകും എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. അത് അള്ളാഹുവിനുള്ള വിരോധമോ മതപരമായ ചോദ്യമല്ല. ജീവിതത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന മനുഷ്യരോട് ഇതിൽ പരം ചോദിക്കാനില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ഇത്തരത്തിൽ അള്ളാഹുവിനുള്ളതാണെങ്കിൽ എല്ലാം വക്കഫല്ലേ? പ്രത്യേകിച്ചൊരു വക്കഫുണ്ടോ? എല്ലാവരും വക്കഫാണെന്ന് പറഞ്ഞാൽ ആത്മീകമായൊരു സന്തോഷം അതിൽ കണ്ടെത്തി മുമ്പോട്ട് പോകാനാണ് സാധിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ കാണണം. ബഹുമാനപ്പെട്ട മുസ്ലിം സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. മുസ്ലിം സംഘടനകൾ, ഈ സംഘടനകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് വഖഫല്ല എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇത് വഖഫല്ല എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പറയുമ്പോഴും ഈ മുസ്ലിം ലീഗിലെ പ്രമുഖനായ ഒരു നേതാവ് ഈ വഖഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ബോർഡിലെ ഒരു അംഗമാണ്. നമ്മൾ അറിയുന്നത് പോലെ ഇദ്ദേഹമാണ് ഈ ചർച്ചകളിലെല്ലാം വന്ന് പങ്കെടുക്കുന്നത്. മാറാട് കലാപത്തിലൊക്കെ ചരിത്രപരമായി ഒട്ടേറെ പങ്കുവഹിച്ച ഒരു മാന്യദേഹമാണ്. അദ്ദേഹം വന്ന് ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ലീഗിന്റെ നയം ഈ വഖഫ് ബോർഡിൽ എന്ന് പറയുന്നില്ല? ആ പാർട്ടിയുടെ നയം പറയാനാണ് അവർ പോകേണ്ടത്. ഇന്നിവിടെ വന്നിട്ടുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തിപരമായി നിങ്ങളുടെ നയം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്നേഹം കാണും ഇതിനോട്, താല്പര്യം കാണും ഇതിനോട്. ഇവിടെ പാർട്ടികളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ഈ ദുരിതത്തെപ്പറ്റി ബോധവാന്മാരാകാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുകയാണ്. ഈ ആളുകളൊക്കെ തന്നെ ഇത്തരം വഖഫ് സ്വത്തിനെ കുറിച്ചും അതിന്റെ രീതിയെക്കുറിച്ചും കാര്യമായ ഒരു പഠനം നടത്തത്തക്ക വിധത്തിലേക്ക് ചർച്ച വളർന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം കേരളത്തിൽ ഈ സകല മനുഷ്യർക്ക് അറിയാം എന്താണ് ഈ വഖഫ്. കാരണം നാളെ ഇത് സൂക്ഷിച്ചേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്റെ സുഹൃത്ത് കാസയിലെ പ്രിയപ്പെട്ട ആ സ്നേഹിതനുണ്ട്. അദ്ദേഹം പറഞ്ഞ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാളെ നിങ്ങൾ ഇത്തരം ഒരു മനുഷ്യരോട് പോയിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്കൊരു 5 സെന്റ് ഭൂമി വാങ്ങണം, നിങ്ങളെ മുനമ്പത്തുനിന്ന് കുടിയിറക്കുമെന്ന് സങ്കല്പിക്കുക. അത് സങ്കല്പിച്ചാൽ മാത്രം മതി, ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ കുടിയിറക്കുമ്പോൾ സർക്കാർ തരുന്ന കുറെ പണമുണ്ട്. ഈ പണം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന്റെ പക്കൽ നിന്ന് നിങ്ങളൊരു കെട്ടിടം വിലയ്ക്ക് വാങ്ങി. പക്ഷെ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഇത് അള്ളാഹുവിന് നേർന്നുപോയോ എന്ന് കരാറിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഇത് വാങ്ങാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ സംഭവം. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഒരു മുറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന അവകാശവാദം. ഇത് കേട്ടാൽ വളരെ നിരുപാധികമായ നിഷ്കളങ്കമായ ഒരു താല്പര്യമായി പെട്ടെന്ന് വ്യാഖ്യാനിച്ചു കളയും. ഒരു പരിധിവരെ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ച ഒരു അപജയം കൂടിയാണിത്. കാരണം എന്താ? മതേതരത്വത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ വല്ലാതെ തുറന്നിട്ട വാതിലുകളിലൂടെ ജിഹാദികൾ അകത്ത് കടന്നിട്ട് അവര് യഥാർത്ഥത്തിൽ ചെയ്യാൻ അവർ പണ്ടേ ഉദ്ദേശിച്ചിരുന്ന ഒരുതരം രഹസ്യ അജണ്ട ഇന്ന് നിഗൂഢമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ സ്ഥാപനത്തിൽ, ക്രൈസ്തവ സഭയുടെ ഒരു സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ പെട്ടെന്നൊരു മുറി കൊടുക്കണം എന്ന് കേൾക്കുമ്പോൾ നമുക്കും തോന്നും പാവങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. പക്ഷേ നിരന്തരം അവിടുന്ന് പ്രാർത്ഥിച്ചാൽ ആ ക്ലാസ് റൂം വഖഫാകും. അത് തന്നെയാണ് കാര്യം. കാലഘട്ടങ്ങളിലൂടെ അത് വഖഫായി മാറും. ബഹുമാന്യനായ പരേതനായ ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഒരു തീപ്പെട്ടി ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ കുറെ തൊഴിലാളികൾ നിസ്കരിക്കാൻ വേണ്ടി ഇതിന്റെ ഒരു സ്ഥലം ചോദിച്ചു. അദ്ദേഹം അത് വിട്ടുകൊടുത്തു. കാലമേറെ കഴിഞ്ഞപ്പോൾ ആ സ്ഥലം വഖഫായി കഴിഞ്ഞു. അവിടെ ഇന്നൊരു പള്ളിയുണ്ട്, അവിടെ കമ്പനിയില്ല. ഇങ്ങനെ കാലാകാലങ്ങളിലായിട്ട് നിങ്ങളുടെ പക്കലിരിക്കുന്ന ഭൂമി മറ്റൊരു രൂപത്തിലും ഭാവത്തിലും വശപ്പെടുത്തത്തക്ക വിധത്തിൽ വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനവും അതിലെ കരിനിയമങ്ങളും, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരിനിയമമാണ് 40. അത് റദ്ദാക്കാൻ വേണ്ടി പാർലമെന്റിന്റെ ജോയിന്റ് സമിതി അടുത്ത കാലത്ത് ചർച്ച നടത്തുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടത്ര പഠനം പോലും ഇല്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ പെട്ടെന്ന് കൈപൊക്കി അംഗീകരിച്ചു പോരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് 40 വകുപ്പ് വഖഫ് ആക്ടിലെ 40ാമത്തെ വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഒരു ഭൂമി വഖഫാക്കാൻ വേണ്ടിയിട്ട്, വഖഫാക്കാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഞങ്ങളുടെ വല്യപ്പൻ ഇവിടെ പണ്ടിങ്ങനെ നിസ്കരിച്ചിരുന്നു, ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, ഇതുവഴി ഒരു വഴി ഉണ്ടായിരുന്നു, ഇതുവഴി കയറിപ്പോയി നമസ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അത് ഇങ്ങനെ വഖഫ് ചെയ്യണം എന്ന് പറഞ്ഞ് ബോർഡിന് നിങ്ങളൊരു പരാതി കൊടുക്കുന്നു. ബോർഡ് ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരാളിനെ വിടുന്നു. ഈ വിടുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത്തരത്തിൽ ഹമാസിലോ ഹിസ്ബുള്ളയിലോ ഒക്കെ പ്രവർത്തിക്കേണ്ട സഹോദരന്മാരാണ് ഇവിടെ വന്ന്. കാരണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇത്രയും ഫാൻസ് ഉള്ള ഒരു സ്ഥലം. ഇത്രയും ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇത് രൂപപ്പെട്ട സൗദി അറേബ്യയിൽ പോലും ഇല്ല ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഫാനില്ല. അവിടെയാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങളിൽ ഈ ആളുകൾ രംഗത്തിറങ്ങുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പഠനം നടത്താൻ വരുന്ന അന്വേഷണ കമ്മീഷൻ വന്നിട്ട് അവരെഴുതി പോവുകയാണ് ഇത് വഖഫാണ് എന്ന് എഴുതി തീരുകയും നമുക്ക് അവിടുന്ന് കൂടിയിറങ്ങാം, പതുക്കെ ഇറങ്ങാം. വേറൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ആരെയാണ് ആശ്രയിക്കേണ്ടത്? അതാണ് ഈ വഖഫ് ബോർഡിൽ നിന്നുകൊണ്ടൊരു മാന്യൻ നിരന്തരം പറയുന്നുണ്ട്, നിങ്ങൾ കോടതിയിൽ പോ.
ഈ കോടതിയിൽ പോ എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാ. നിങ്ങൾ കരമടച്ച്, നിങ്ങൾ പണിയെടുത്ത്, നിങ്ങൾ അധ്വാനിച്ച്, നിങ്ങൾ പടുത്തുയർത്തിയ ഭൂമിയുടെ അവകാശവാദം വഴിയെ വന്ന ഒരുത്തൻ അവരുടെ പൂർവികർ ഇത് ആർക്കോ കൊടുത്തു എന്നുള്ള ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടാക്കുന്ന ഒരു വ്യാജ കോലാഹലത്തിന്റെ പേരിൽ നിങ്ങൾ കോടതിയിൽ പോകണം. ഇന്ത്യ പോലൊരു രാജ്യത്ത് കോടതിയിൽ പോയി നമ്മുടെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് വരാൻ എത്ര പേർക്ക് സാധിക്കും? അതിനുള്ള സമ്പത്തുണ്ടോ? എത്ര നാൾ കഴിയും? അതിനുള്ളിൽ പെൺകുട്ടികളെ കെട്ടിച്ചയക്കണ്ടേ? അതിനുള്ളിൽ കുഞ്ഞുങ്ങളെ കലാലയങ്ങളിൽ അയക്കണ്ടേ? അതിനുള്ളിൽ ഈ ഉള്ള ഭൂമി പണയപ്പെടുത്തി കൃഷി ചെയ്യുന്ന കർഷകന്റെ ജീവിതാവസ്ഥയില്ലേ? ഇതെവിടെ പോയി സാധിക്കും? ഇനി നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം കേൾക്കണ്ടേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സമരസമിതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ നിരന്തരം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി വന്നു. ആ വിധി എന്തായിരുന്നു? ആ വിധി വന്നിട്ട് 8 ദിവസം കഴിഞ്ഞ് നമ്മുടെ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. എന്താണ് 7-ാം തീയതി വന്ന വിധി ഈ അടുത്ത ദിവസം മാത്രം പ്രസിദ്ധീകരിക്കുക? എല്ലാ പത്രങ്ങൾക്കും കൂടി ഒരുമിച്ചൊരു അജണ്ട ഉണ്ടാവുക. ഇന്നലത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു ഹൈക്കോടതിയുടെ വിധി 7 ദിവസം മുമ്പ്. നോക്കണം, ഈ മുനമ്പോ എന്നൊക്കെ മനസ്സിലാൻ ഹൈക്കോടതിയുടെ തൊട്ട് താഴെയാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ടതിന് പ്രസക്തി വരുന്ന ആ ഘട്ടത്തിൽ വേണ്ടത്ര ദിനശ്രദ്ധ കിട്ടാതെ പോകുന്ന വിധത്തിലാണ്. എന്താണ് സംഭവം? കോഴിക്കോട് ഒരു സ്ഥാപനം, ഒരു ഓർഫനേജാണ്, മുസ്ലിം സഹോദരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു. ആ പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അറിയുന്നു ഇത് വഖഫാണ്. തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇത് ഒന്നാമത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്, മറ്റൊരെണ്ണം കണ്ടെത്തണം, അതിൻ്റെതായ ചടങ്ങുകളുണ്ട്. കൊടുക്കും. ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രശ്നം തീരേണ്ടതാണ്. പക്ഷേ ഇത് നിങ്ങൾ കേൾക്കണ്ടേ, വഖഫ് ആക്ടിലെ 52A അനുസരിച്ചുകൊണ്ട് പുതിയൊരു കാര്യം കൂടി, ആരെങ്കിലും ഇത് കൈവശപ്പെടുത്തി വെച്ചാൽ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി എടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ രാജ്യത്ത് സിവിൽ കേസുകളുണ്ട്. ഈ സിവിൽ കേസുകൾ സാധാരണ തർക്കമാണ്. ഞാനും ഒരു നിയമ വിദ്യാർത്ഥിയാണ്. ഈ സിവിൽ കേസുകളെ കുറിച്ചും ക്രിമിനൽ കേസുകളെ കുറിച്ചും അറിയാം. അപ്പോൾ ഒരു സിവിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെറ്റിൽമെന്റ് എളുപ്പമാണ്. നിങ്ങളത് ഒത്തുതീർക്കുകയോ അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കുകയോ ചെയ്തോടെ കേസില്ല. പക്ഷേ വഖഫിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയല്ല. രസകരമായ ഒരു കാര്യമാണ്. എന്താണത്? നിങ്ങൾ ഇത് വിട്ടുകൊടുക്കുന്നു. ഇപ്പൊ മുനമ്പ നിവാസികൾ നിങ്ങൾക്കുള്ള ഇത്രയും ഭൂമി അങ്ങ് വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും തീരത്തില്ല പരിപാടി. വിട്ടുകൊടുത്താൽ പിന്നെ ഒരു ക്രിമിനൽ കേസ്. ആ ക്രിമിനൽ കേസിന്റെ സ്വഭാവം കേൾക്കുക. ആർക്കെതിരെ കൊടുത്തെന്ന് അറിയണ്ടേ? ഈ പോസ്റ്റ് ഓഫീസിന്റെ അവിടുത്തെ ജീവനക്കാരായ 2 പേരുടെ പേരിലും, ഒന്ന് പോസ്റ്റ് മാസ്റ്റർ പേരിലും, ഒന്നൊരു സീനിയർ സൂപ്രണ്ടിന്റെ പേരിലും കേസ് കൊടുക്കുക. ഹൈക്കോടതി വരെ വന്ന് വർഷങ്ങളെടുത്ത് പോരാടിയിട്ടാണ് ക്രിമിനൽ കേസിൽ അകത്തു പോകേണ്ട ക്രിമിനൽ കേസിൽ നിന്ന്, ശിക്ഷ അനുഭവിക്കേണ്ട ക്രിമിനൽ കേസിൽ നിന്ന് ഈ പാവം മനുഷ്യർ രക്ഷപ്പെടുന്നത്. ആരാണ് ഇവർക്ക് വേണ്ടി കേസിന് പോകുന്ന? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പോവോ? ആരാ പോവുക? ഇവിടെ നമ്മുടെ സാധുക്കളായിട്ടുള്ള ഈ സ്ഥലത്തെ നിവാസികൾ, ആ നിവാസികൾ ഇവിടെ വിട്ടു പോയി നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഇവിടെ ചാർത്തപ്പെട്ടാൽ ആരാ നമുക്ക് വേണ്ടി പോവുക? ആരാണുള്ളത്? ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടൊന്നും തീരുന്നില്ല കാര്യങ്ങളുടെ ഗൗരവം. കാര്യങ്ങളുടെ ഗൗരവം പിന്നെയും കിടക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വാക്കാൽ പറഞ്ഞാൽ മതി ഇത് വഖഫാണ് എന്ന് പറഞ്ഞു പോയാൽ അന്വേഷണ കമ്മീഷൻ വരുന്നു, വഖഫ് ബോർഡിലെ ആളുകൾ വരുന്നു. അതിന് പറ്റിയ ചില ജഡ്ജിമാരും നമ്മുടെ നാട്ടിലുണ്ട്. നോക്കണം, ഇത്തരം ജഡ്ജിമാർക്കൊക്കെ പണ്ടേ നമ്മൾ പേരുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ആളുകളെ ശുംഭന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. സ്വയം പ്രകാശിക്കുന്നവർക്ക് എന്നൊക്കെയാണ് അവർക്ക് നൂതനങ്ങളായ അർത്ഥം. അപ്പോ ഇത്തരത്തിലെ ശുംഭന്മാരായ ചില ആളുകൾ ഇതിന്റെ ബോർഡിലും തലപ്പ് തൂക്കി കയറിയിരിക്കും. ഇവരെന്ത് ചെയ്യും? പതുക്കെ ഇത്തരം ആളുകളെ വിട്ടിട്ട് എങ്ങനെ ഈ ഭൂമി സ്വന്തമാക്കാം, ഇതിനുള്ള വഴിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ആക്ട് ഒന്നും റവന്യൂ വകുപ്പിന് അറിയില്ലേ? ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട്, ഈ ഭൂമി ആധാരം ചെയ്യാൻ പാടില്ല, അതിന് നികുതി എടുക്കാൻ പാടില്ലെന്ന് പണ്ടേ അറിയില്ലേ? ഇതൊന്നും അറിയാത്ത ആളുകളാണോ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത്? റവന്യൂ സെക്രട്ടറിക്കൊന്നും അറിയില്ലേ? ഇത് ഇവിടെയുള്ള ഭൂമി വർഷങ്ങൾക്കപ്പുറത്ത് ഒരു സേട്ട് മറ്റൊരു സേട്ടിന് കൊടുക്കുന്നു, ആ സേട്ട് നേരെ നമ്മുടെ ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു, ഫറൂഖ് കോളേജ് അത് വിൽക്കുന്നു. വേറൊരു കാര്യം, ഈ വഖഫിന് ഒരു ഭൂമി ദാനം ചെയ്താൽ വഖഫ് എന്ന് പറയുന്നത് സാക്ഷാൽ ഉടമസ്ഥത അള്ളാഹുവിനാണെന്നാണ് പറയുക. അള്ളാഹു ഇത് തീരാധാരം ചെയ്തൊന്നും ഭൂമി എടുത്തിട്ടില്ല. അത്രയൊരു ഭാഗ്യം. മറിച്ച് ആരാ എടുത്തിരിക്കുന്നത്? ഫറൂഖ് കോളേജാണ്. ഫറൂഖ് കോളേജ് നിങ്ങൾക്ക് തരുന്നു. ഇതിൽ 2 മൗനികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 മൗനികൾ. ഒന്ന് CPIയും മറ്റൊന്ന് ഈ ഫറൂഖ് കോളേജുമാണ്. ഒന്നും മിണ്ടുന്നില്ല, ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ഇവർ രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഗൗരവകരമായ ഉത്തരവാദിത്വമുണ്ട്. അത് പാർട്ടി എന്ന നിലയിൽ പറയുന്ന അഭിപ്രായം ഞങ്ങൾ കഷ്ടപ്പെടുന്നവരുടെ കൂടാണ്, സങ്കടപ്പെടുന്നവരുടെ കൂടാണ്. ഇതല്ല വേണ്ടേ. വാക്ക് പോലെ പറയണം. മുനമ്പത്ത് ദുരിതം അനുഭവിക്കുന്ന 613 കുടുംബങ്ങളുടെ ഭൂമി അവരുടേതാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാണിക്കണം. അതല്ലെങ്കിൽ പറയാൻ സാധിക്കണം, അവരെ ഞങ്ങൾ കുടിയിറക്കും, മറിച്ച് ഇത് വഖഫിന്റേതാണെന്ന് പറയാൻ സാധിക്കണം. ഇത് രണ്ടും പറയാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ന് അവരെത്തി നിൽക്കുക. അതിന്റെ കാരണം എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. വിളിക്കുന്ന മറ്റു സുഹൃത്തുക്കൾ കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വോട്ട് ചെയ്യുന്നതിന് പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ ബോധമുണ്ട്, ഒരു അവബോധമുണ്ട്. അതിനെ ആശ്രയിച്ചാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത് മോശമോ നല്ലതോ എന്നുള്ള ചിന്തകൾക്കപ്പുറത്ത് സാധാരണ മനുഷ്യന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. എന്നാൽ ഇത് ഒരു പ്രത്യേക സമൂഹം ഈ സ്ഥാനങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥിതി എൻ ബ്ലോക്കായിട്ട് ഒരു വോട്ട് ബാങ്കായി മാറിക്കൊണ്ട്
ആരാണ് എതിരാളി എന്ന് നോക്കാതെ നിൽക്കുന്ന ആള് ഇത്തരത്തിലെ ഒരു വർഗീയ മനോഭാവം പുലർത്തുന്ന സംവിധാനത്തിന്റെ ഭാഗമെങ്കിൽ അവരെൻ ബ്ലോക്കായിട്ട് പിന്തുണയ്ക്കുന്നു. ഈ പിന്തുണ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടുങ്ങിപ്പോകുന്നു. ആ നടുക്കം എവിടെ കൊണ്ടെത്തിക്കുന്നറിയണ്ടേ? ഇതര മനുഷ്യരുടെ ജീവിത സ്വസ്ഥതയും അവരുടെ സാവധാനതയും അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിലുമൊക്കെ ഹാനിയാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തും. ഞാനൊരു കാര്യം പറയാം, തീർച്ചയായിട്ടും ഈ മുനമ്പത്തുള്ള സുഹൃത്തുക്കൾ ആരും ഇവിടെ ഇറങ്ങേണ്ടി വരികയില്ല, ഒരു കാരണവശാലും ഇറങ്ങേണ്ടി വരികയില്ല. അതിന്റെ ചില അനുരണനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വയനാട്ടിൽ കണ്ടത്. എത്ര വോട്ടുകൾ അവിടെ നിശ്ചലമായി. ഈ നിശ്ചലമായ വോട്ടുകൾ നൽകുന്ന സന്ദേശം എന്താ? അത് നൽകുന്ന ആശയം എന്താ? ഇവിടെ 2 പാർട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. ആ 2 പാർട്ടികൾ മത്സരിക്കുമ്പോൾ അവിടെ BJP പോലുള്ള പാർട്ടിക്ക് കാര്യമായ റോളില്ല. പാലക്കാടുണ്ട്. അവിടെ ഈ 2 പാർട്ടികൾ മത്സരിക്കുന്ന ഇടത്ത് മുനമ്പത്തെ കുറിച്ച് പറയാനുള്ള ഒരു ബാധ്യത അവർക്കുണ്ട്. ഇത് കേവലം മുനമ്പത്തിന്റെ വിഷയമല്ല. മുനമ്പത്തെ വിഷയം കേരളക്കാർ എങ്ങനെങ്കിലും സെറ്റിൽ ചെയ്താൽ പോലും വഖഫ് ഒരു വലിയ കരിനിയമമാണ്. വഖഫുമായി ബന്ധപ്പെട്ട രീതികൾ വളരെ വലിയ കരിനിയമമാണ്. നമുക്ക് അറിയാം, ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് അതിലെ ആ കരിനിയമങ്ങൾ എടുത്തു മാറ്റാനാണ് ബഹുമാനപ്പെട്ട ഭരണകൂടം തയ്യാറായത്. അപ്പോൾ അത് കൊണ്ടുവരുന്നത് BJP ആണ് എന്ന ഒറ്റ കാരണത്താൽ ആ നിയമത്തിനെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നടങ്കം തെരുവിലിറങ്ങുന്നു. അവർ നിയമം പാസാക്കുന്നു. ഒരു നിയമം, ഇത്തരം കരിനിയമം BJP കൊണ്ടുവന്നാലും ഏത് പാർട്ടി കൊണ്ടുവന്നാലും ഇത്തരം നിയമങ്ങൾക്കെതിരെ ആര് നിലപാടെടുത്താലും ആ നിലപാടിനൊപ്പം നിൽക്കാനുള്ള ഒരു മാന്യതയാണ് കാണിക്കേണ്ടത്. ഇതത് ചെയ്തിട്ടില്ല. ഇത് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഇപ്പോൾ ഈ ചെറായിയും പരിസരത്തുമൊക്കെയുള്ള ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള വാണിജ്യപരമായ ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കണ്ടുകൊണ്ടും ഇവിടെ വർഷങ്ങളായി ജീവിക്കുന്ന ആളുകൾ കടലിനോട് മല്ലടിച്ച് ഈ മണ്ണിനോട് മല്ലടിച്ച് അവർ ചെറുകിട വ്യവസായങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രസകരമായ ഒരു കാര്യം, വൻകിടക്കാരെ ഒഴിപ്പിക്കും, അതിലെ ചെറുകിടക്കാർ. ഇത് എവിടെയാണ് ഈ റവന്യൂവിൽ വൻകിട ചെറുകിട എന്നൊരു ക്ലോസ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അതും മന്ത്രിയാണ് പറയുന്നത്. അങ്ങനെ വൻകിടയും ചെറുകിടയൊന്നും ഇല്ല സാർ. ഇവിടെ ജീവിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പണം കൊടുത്ത് ഭൂമി വിലയ്ക്ക് വാങ്ങിയ മനുഷ്യരാണ്. അത് നിങ്ങൾ ആധാരം പരിശോധിക്കുക. ഫറൂഖ് കോളേജുമായി നടത്തിയ കൈമാറ്റത്തിന്റെ രേഖകൾ പരിശോധിക്കുക. ഏത് കൊച്ചുകുട്ടിക്ക് അത് കിട്ടും. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. ഞാനിത് ആരംഭഘട്ടത്തിൽ 2 മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ കിടപ്പുണ്ട്. മുനമ്പം സമരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സമയത്ത് തന്നെ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥയുടെ നടുവിൽ കുറെ നാള് ഇത്തരം വീഡിയോകൾ നിർത്തിവെച്ചു. ഒടുവിൽ ചെയ്ത വീഡിയോയും അത് തന്നെയാണെന്ന് തോന്നുന്നു. വഖഫ് എന്താണ്, അതിലെ കൊള്ള എന്താണ്, അതിലെ നിഗൂഢതകൾ എന്താണ്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചരിത്രപരമായ വസ്തുതകളെ ആധാരമാക്കിക്കൊണ്ടും നിയമത്തെ ആധാരമാക്കിക്കൊണ്ടും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്രയൊക്കെ സൂചിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഭൂമി നഷ്ടപ്പെട്ട മനുഷ്യന്റെ മാത്രം പ്രശ്നമല്ലിത്. നാളെ നിങ്ങൾ ഈ സമരത്തിൽ ജയിച്ചാലും ഈ സമരം ഏതെങ്കിലും തരത്തിൽ ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുനമ്പത്ത് ഞങ്ങൾക്ക് താമസിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾ ജാതിമത ഭേദമന്യേ കേരളക്കരയിൽ ഇന്ത്യയുടെ പലയിടങ്ങളിലുണ്ട്. അവർക്കും ഇവിടെ ജീവിക്കണം, എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഈ ഒരു പരിസ്ഥിതി ഉണ്ടാകണം. ഒന്നുകൂടി പറയട്ടെ, പണ്ട് ഇന്ത്യ തന്നെ വഖഫാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അംഗീകരിച്ച് വഖഫായ സ്ഥലമാണ് ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇനി ഈ മുനമ്പം നിങ്ങൾക്ക് വഖഫാക്കിയേ പറ്റൂന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും. അവിടെ പണ്ടേ വഖഫാണ്. അത്ര ആക്ടല്ല അവിടെ നടക്കുക. അത് അള്ളാഹുവിന് കൊടുത്താണ്. അത് അഫ്ഗാനിസ്ഥാൻ പണ്ടേ വഖഫായി. അതുകൊണ്ട് ഇവിടെ ബാർബർ ഷോപ്പുകളൊന്നും നടക്കില്ല. അവിടെ അതുകൊണ്ട് കലയും സംസ്കാരവും പ്രവർത്തനങ്ങളും ഒന്നുമില്ല. കാടൻ നിയമങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ അനുഭവിച്ചു പോകാൻ ആഗ്രഹമുള്ളവര് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക. മുനമ്പത്ത് നിന്ന് ഞങ്ങളെ കൊടി ഒഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾ സ്വയം കൊടി ഒഴിഞ്ഞ് പണ്ടേ വഖഫായ സ്ഥലങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അവിടേക്ക് പോവുക, വേറെ വഴിയില്ല. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന്റെ ദുര്യോഗം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പറയേണ്ടി വരുന്ന ആ വികാരത്തിന്റെ ഭാഷയുടെ കാരണം എന്തെന്നാൽ ഇവിടെ ഇരിക്കുന്ന നിരാകാര സത്യാഗ്രഹിക്കുന്ന ആളുകളുടെ ജാതിയും മതവും വർണ്ണവും വർഗവും നോക്കിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് എല്ലാവർക്കും ജീവിക്കേണ്ട ഒരു സമൂഹത്തിൽ എല്ലായിടത്തും ജീവിക്കണം. ഇതേക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത കാലത്ത് നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. ആ പരാമർശത്തിൽ ഒരു രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞു, ഒരു പരമ്പരാഗത രാഷ്ട്രീയം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ചില തീവ്രവാദ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ചിന്തിക്കുന്നത് ഖലീഫമാരുടെ കാലമാണിത് എന്ന നിലയിലാണ്. തൊട്ടടുത്ത ദിവസം ഇത്തരം സംഘടനകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഖലീഫമാരെ അവഹേളിച്ചു. നോക്കണം, അത്രയും നാൾ മുമ്പ് ജീവിച്ചിരുന്ന പ്രാകൃതമായ അറബി ഗോത്ര വംശജരായ ഖലീഫമാർ ജീവിച്ചിരുന്ന ആ കാലത്തിലെ ഖിലാഫത്തുകളിൽ ഇന്നും ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഞങ്ങൾ ഖിലാഫത്തിൽ ജീവിക്കുകയോ ക്രിസ്ത്യൻ സ്റ്റേറ്റ് ജീവിക്കുകയോ ചെയ്യുന്ന മനുഷ്യരല്ല. ഞങ്ങൾ ക്രിസ്ത്യൻ സ്റ്റേറ്റിലോ ഹിന്ദു സ്റ്റേറ്റിലോ അതല്ലെങ്കിൽ ഖിലാഫത്തിലോ ജീവിക്കുന്ന മനുഷ്യരല്ല. ഇത് ഉത്തരാധുനികമായ ഒരു ജനാധിപത്യ ബോധത്തിന്റെ രാജ്യമാണ്. ഇതെല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. അത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നിരീശ്വരനും മതം ത്യജിച്ചവനും മതം സ്വീകരിക്കുന്നവനും സ്വതന്ത്ര ചിന്തകനും ഒക്കെ ജീവിക്കാൻ പാകത്തിലുള്ള ഒരു മതേതര ഇന്ത്യയാണ്. ഒരു ഭരണഘടനാധിഷ്ഠിതമായ ഒരു രാജ്യമാണ്.
എന്നിട്ടും ആ പഴയ ലോകമാണ് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റു മനുഷ്യരുടെ സ്വസ്ഥതയ്ക്കും അവരുടെ ജീവിതത്തിനും വിഘാതമായി നിൽക്കുന്ന പ്രവണതകൾ അരങ്ങേറുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ പോയി എത്ര ബുദ്ധിജീവികൾ ഇവിടെ വന്നു, എത്ര ആൾക്കാർ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല. നമ്മുടെ അന്തിച്ചർച്ചകളിൽ സ്ഥിരം പങ്കെടുക്കുന്ന ധാരാളം ബുദ്ധിജീവികളുണ്ട്. സുൽപ്പികളയുടെ ഇവിടെ വന്നോ എന്ന് എനിക്കറിയില്ല. സണ്ണി കവിക്കാരിയുടെ വന്നോ എന്ന് എനിക്കറിയില്ല. നിരന്തരം ചർച്ചകൾ വരുന്ന ഈ ആളുകള് ഇത്തരത്തിലെ മനുഷ്യരൊന്നും ഈ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെ കാണുന്നില്ലേ, അവർ അവകാശങ്ങളെ കുറിച്ച് അറിയുന്നില്ലേ എന്ന് എനിക്കറിയില്ല. കാരണം ഇവരുടെ ബുദ്ധിക്കൊക്കെ ഏതോ ഒരു സ്ഥലത്ത് ക്ഷതം പറ്റിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ചർച്ചകളിലൊന്നും ഇവരെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാര്യം എന്താ? ഇത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും വേണ്ടി നമ്മുടെ സാംസ്കാരിക ചർച്ചകൾ ആകെ വഴിവിട്ടു നിൽക്കുകയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റ് ലിബറൽ സമൂഹങ്ങൾക്ക് മുമ്പിൽ, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് മുമ്പിൽ, അവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി മാത്രമേ ഇനിയൊരു ജനാധിപത്യ പ്രക്രിയയും ജീവിതവും ഇവിടെ തുടരാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഇത്തരം മൂവ്മെന്റുകളിൽ ഞങ്ങളൊരു യാഥാസ്ഥിതിക സമൂഹമാണെന്ന് പൊതുജനങ്ങൾക്ക് അറിവുള്ളതാണ്. സമരങ്ങളിലോ പ്രക്ഷോഭങ്ങളിലോ ഒന്നും ഞങ്ങൾ സാധാരണ പങ്കെടുക്കുന്ന ആളുകളല്ല. ഞങ്ങളുടേതായ പ്രകടനങ്ങളോ അതല്ലെങ്കിൽ ജസ്റ്റ് വോട്ട് ചെയ്യുക, വീട്ടിൽ പോരുക എന്നതിനപ്പുറത്ത് കാര്യമായ രാഷ്ട്രീയ അവബോധം പോലുമില്ല. അത്തരത്തിൽ ചിന്തിക്കാറില്ല. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സെക്രട്ടേറിയറ്റുകളോ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയോ സ്തംഭിപ്പിക്കുന്ന പ്രകടനങ്ങളോ ഒന്നും ഇന്നുവരെ നടത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്താനുള്ളൊരു കാരണം ഇതിലൊരു മാനവികതയുണ്ട്, ഇതിലൊരു മനുഷ്യത്വമുണ്ട് എന്നുള്ളതാണ്. കുടിയിറക്കപ്പെടാൻ കാത്തിരിക്കുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ആ കണ്ണിലെ ദൈന്യത, അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാം, വളരെ ഞങ്ങൾ വരുമ്പോൾ ആവേശത്തോടെ സ്വീകരിച്ച ആ സഹോദരിമാരുണ്ട്. അത് അവരുടെ അവകാശബോധത്തെക്കുറിച്ച് നീറിപ്പോയുന്ന വാക്കുകളിൽ, ആ കണ്ടമിടറുന്ന വാക്കുകളിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുമ്പോഴും ആ അവകാശം അവർ ഉയർത്തി പറയുമ്പോഴും വാസ്തവത്തിൽ ആവേശത്തിനപ്പുറത്ത് ഞങ്ങളുടെ ഹൃദയം അലിയുകയാണ് ചെയ്തത്, വേദനിക്കുകയാണ് ചെയ്തത്. ഔദാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മളെ അങ്ങോട്ട് മാറ്റാം, കുടിയിറക്കാം എന്ന് പറയുന്ന ആ ബോധത്തെ അല്ല നമുക്ക് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കേണ്ടത്. സർക്കാരിന്റെ സൗജന്യമോ സമൂഹത്തിന്റെ സൗജന്യമോ അല്ല നമ്മൾ ചോദിക്കുന്നത്. മറിച്ച് പരമ്പരാഗതമായി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ അതിനുശേഷം ഇവിടെ ജനിച്ചു വീണ ആ കുഞ്ഞുങ്ങളുടെ അവകാശം, ഇവിടെ വസിക്കാനുള്ള അവരുടെ അവകാശം, അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം അധിനിവേശ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയണ്ടേ, ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ വഖഫ് എന്നൊക്കെ കേട്ടാലോർത്തും നമ്മളൊക്കെ പണ്ടോർത്തിരുന്ന അതൊരു സംവിധാനമാണ്, ദേവസ്വം ബോർഡുകളൊക്കെ. പക്ഷെ നിങ്ങൾക്കറിയണ്ടേ, നമ്മുടെ രാജ്യത്തിലെ ഡിഫൻസ് ആണ് ഏറ്റവും അധികം സമ്പത്ത് സ്വന്തം നിലയിലുള്ള ഒരു സമൂഹം. ഡിഫൻസ് വകുപ്പിനാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് വഖഫ് ബോർഡാണ്. ഇതും കൊണ്ടും പോരാ ഇത് തോന്നിയിട്ട് മുനമ്പം കൂടി വിഴുങ്ങിയെങ്കിലേ കാര്യം വരൂ എന്ന് പറയുന്ന വിധത്തിലേക്കുള്ള ഇത്തരം അത്യാഗ്രഹങ്ങൾ അത് വഴിപ്പോവില്ല എന്ന് മാത്രം തൽപര കക്ഷികളെ ഈ സമയത്ത് ബോധ്യപ്പെടുത്താനും ഞങ്ങൾ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് 613 കുടുംബങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യയാസകലം കേരളമാസകലം കത്തിപ്പടയേണ്ട ഒരു വഖഫ് വിരുദ്ധബോധത്തിന്റെ കൂടി ഭാഗമാക്കണം. ഈ വഖഫും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മതപരമായ ചടങ്ങായിട്ടോ ആശയമായിട്ടോ ഒരു ലോകം എവിടെങ്കിലും ചെയ്യുന്നത് ഞങ്ങളുടെ വിഷയമല്ല. മറിച്ച് വഖഫിന്റെ പേരിൽ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക്, മറ്റുള്ള മനുഷ്യന്റെ സ്വസ്ഥതയിലേക്ക്, അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇഴഞ്ഞു കയറി അതിനെ നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്ന അർത്ഥരഹിതമായ ഏറ്റവും മോശപ്പെട്ട ആ മൗനം അവരത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മുമ്പിൽ 2 തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നു, ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് നിലയിൽ നീങ്ങണം എന്നൊക്കെ നിലയിലേക്ക് പുരോഹിത ശ്രേഷ്ഠന്മാര് അവരുടെ കാഴ്ചപ്പാട് പറയുന്നു. ആ കാഴ്ചപ്പാടിനെ എത്ര മലീമസമായ വിധത്തിലാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടുകൾ പരമ്പരാഗതമായി വീണുകൊണ്ടിരുന്ന ആ പെട്ടിയിൽ, ആ പരമ്പരാഗതമായി അത് സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരാളെങ്കിലും ഒന്നും മിണ്ടിയില്ല. ആകെ പറയുന്നത് ഈ ആഘോഷപരമായ ഒരു ഐക്യദാർഢ്യമാണ്. അതിന് കേവലമായ ഒരു ചടങ്ങിനപ്പുറത്ത് പ്രസക്തി ഒന്നുമില്ല. ഓരോരുത്തർ വരുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടാണ്. ഒന്ന് ആലോചിക്കുക, നിയമസഭയിൽ മറ്റൊന്ന് പറയുന്നു, അതിനുവേണ്ടി കൈവെക്കുന്നു, ഇവിടെ വന്നിട്ട് പറയാം ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അത്തരം കൂട്ടുകൾ അവസരവാദപരമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഒരുതരം സ്പൈവർക്കാണ്. അവരാണ് യഥാർത്ഥ ശത്രുക്കൾ. നമുക്കൊപ്പം നിന്നിട്ട് പറയുകയാണ് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് നമ്മുടെ സ്വസ്ഥതയ്ക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വിപരീത ദിശയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാട്. ഞാൻ പറയുന്നു, ഇവിടെ ദേവാലയങ്ങളുണ്ട്, ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, ഇവിടെ മോസ്കുണ്ട്, പലതരത്തിലെ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഉള്ള മനുഷ്യരുടെ സ്വത്തുക്കളാണത്. ആ സ്വത്ത് നിയമം മൂലം അവർ കൈപ്പറ്റി നികുതി അടച്ചുകൊണ്ടിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡ് ആജ്ഞ കൊടുക്കുന്നു, തഹസിൽദാരുടെ പക്കലേക്ക് കത്ത് കിട്ടുന്നു, തഹസിൽദാർ ആളുകൾ ചെല്ലുമ്പോൾ നികുതി സ്വീകരിക്കാതിരിക്കുന്നു.
ഈ വ്യവസ്ഥയുടെ അതൊരു കരിനിയമമാണ്. നമ്മൾ ജീവിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലല്ല, സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്താണ്. ആ രാജ്യത്ത് പൗരന്റെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഏറ്റവും ജനാധിപത്യപരമായി നടക്കുന്ന ഈ സമരത്തിന് ഞങ്ങൾ എല്ലാവിധ പിന്തുണകളും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സമരത്തിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അത് കേവലമായ മുനമ്പം വിഷയം കൊണ്ട് മാത്രം തീരേണ്ടതല്ല, ഇവിടുത്തെ നിവാസികളുടെ പ്രശ്നം കൊണ്ട് മാത്രം തീരേണ്ടതല്ല. വഖഫ് ഈ 52A അതുപോലെ 40 എന്ന് പറയുന്ന കരിനിയമങ്ങൾ രണ്ടും റദ്ദ് ചെയ്യേണ്ടതാണ്. ഇവ രണ്ടുമാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. വകുപ്പ് 40 അനുസരിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുന്ന, ഞാൻ വാങ്ങിയ എന്റെ ഭൂമി ഏത് ഘട്ടത്തിലും ഈ വഖഫ് ബോർഡിലെ അന്വേഷകർ വന്നാൽ അവരുടേതാക്കാം. അപ്പോൾ ഇതിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നിട്ട് ഇതുവരെ ആക്കിയില്ലല്ലോ, അത് നിങ്ങളുടെ ഒരു കരുണ, അല്ലാതെ എന്താണ് പറയാൻ പറ്റുക? അതിലിരുന്ന ആളുകളൊരു കാരുണ്യം കൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ഭൂമി നിങ്ങൾ എടുക്കാതിരുന്നത്. നിങ്ങൾ വലിയ കാരുണ്യമുള്ളവരാണ്. ആ കാരുണ്യത്തിന്റെ ഒരു അളവിൽ ജീവിക്കാൻ മനുഷ്യാവകാശത്തെക്കുറിച്ച് ബോധമുള്ള, സ്വാതന്ത്ര്യ ബോധമുള്ള ഞങ്ങൾക്ക് തലകുനിക്കാൻ വയ്യാത്തെന്ന് പറയാം. ആ കാരുണ്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അവകാശമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പാവങ്ങളെ കുടിയിറക്കരുത് എന്നുള്ള ആ സൗജന്യം വിട്, ആ വാക്കും വിട്, വൻകിട ചെറുകിട എന്ന വിഭജനവും വിട്. ഇതൊന്നും വിലപ്പോവില്ല. ആളുകളെ 2-3 തട്ടിലാക്കിക്കൊണ്ട് വൻകിടയും ചെറുകിടയുമല്ല, അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമി അവരുടേതാണ്. ആ ഭൂമി വിട്ടുപോകാൻ ഒരിക്കലും ഇവർക്ക് സാധിക്കില്ല. ചരിത്രം നൽകുന്ന പാഠങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടാൽ കൊണ്ട സിംഗൂരും നന്ദിഗ്രാമം നോക്കുക, കുടിയിറക്കേണ്ട സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചരിത്രം പരിശോധിക്കുക. മനുഷ്യന് ജീവിക്കാനുള്ള അവർ അവകാശത്തിന്റെ മീതെ അത് കാട്ടുമൃഗങ്ങൾക്കാണ് മുൻഗണനയെന്നോ, ഇത്തരം മത തീവ്രവാദികൾക്കാണ് മുൻഗണനയെന്നോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കസ്തൂരി രംഗനോ ഇത്തരം ആളുകൾക്കാണ് മുൻഗണന എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാവം മനുഷ്യരെ കുടിയിറക്കുന്നു, മലമുകളിൽ നിന്ന് കുടിയിറക്കുന്നു, കടൽ തീരത്തുനിന്ന് കുടിയിറക്കുന്നു. മനുഷ്യനാണ് പ്രധാനം, അതോടി ഓർക്കണം. നമ്മുടെ നാട്ടിൽ തെറ്റായൊരു ധാരണയുണ്ട്, ഈ മൃഗങ്ങളാണ് പ്രകൃതി സംരക്ഷിക്കുന്നത്. മൃഗമൊന്നും അല്ലെന്നേ പ്രകൃതി സംരക്ഷിക്കുന്നത്, മനുഷ്യൻ തന്നെയാണ് പ്രകൃതി സംരക്ഷിക്കുന്നത്. മൃഗം കൃഷി ചെയ്യുന്നുണ്ടോ? മൃഗം ആവശ്യത്തിനുള്ള കരിമ്പ് കൃഷി ചെയ്ത് തിന്നുകയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച കരിമ്പ് മുഴുവൻ ചവിട്ടിക്കളഞ്ഞിട്ട്, കൃഷി മുഴുവൻ ചവിട്ടിക്കളഞ്ഞിട്ട് അവൻ ആ അലങ്കോലപ്പെടുത്തി തിന്നേച്ചുവാണ് ആന ചെയ്യുന്ന പണിയതാണ്. സകല മൃഗങ്ങളുമാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് മൃഗത്തെ നശിപ്പിക്കണമെന്നല്ല. പരിഷ്കൃത രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലണം, ഇസ്രയേലിലേക്കൊക്കെ ചെല്ലണം. അവിടെ ഇത്തരം കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ സർക്കാർ തന്നെ കൊന്നുകളയാണ്. എന്നാൽ നമുക്കിവിടെ നേരെ തിരിച്ചാണ്. ഇത് അടുത്ത കാലത്ത് രസകരമായ ഒരു പദം കേൾക്കാമല്ലോ, പാമ്പെന്ന് ഇപ്പൊ നമ്മൾ പറയാറില്ല, അതിഥി എന്നാണ് പറയുന്നത്. പാമ്പിന്റെ പേര് പോലും മാറ്റിയ അതിഥി. ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞൊരു ചങ്ങാതി വൈകിട്ട് വരും. നമ്മളൊക്കെ പണ്ട് അതിഥി എന്ന് കേട്ടിരുന്നാൽ വീട്ടിലാരോ ഗസ്റ്റ് വരുന്നു, ചിക്കൻ ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുക. പക്ഷെ ഇന്ന് കാണാൻ നമുക്കൊരു മൂർഖൻ അതിഥിയുണ്ട്, നമുക്കൊരു അണലി അളിയൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് വൈകിട്ട് ചർച്ചയ്ക്ക് വരുന്നത്. അപ്പൊ അണലി, മൂർഖൻ, കുറുക്കൻ ഇതിനെല്ലാം വലിയ വിലയുള്ളൊരു നാട്ടില് മനുഷ്യജീവിതത്തിന് വിലയില്ലാതെ വന്നിരിക്കുന്നു. ഈ പ്രാകൃത നിയമങ്ങളൊക്കെ പണ്ടേ കളയണം. ഇതെന്താ കഴിവില്ല ഈ ഭരണകൂടത്തിൽ നിന്നൊന്നും. അതാ ഞാൻ പറഞ്ഞു വന്നത്, സിംഗൂർ ഓർക്കണം, നന്ദിഗ്രാം ഓർക്കണം. 1 ലക്ഷത്തിന്റെ കാറ് കൊണ്ട് വികസനം വരുത്താൻ ആഗ്രഹിച്ചവർ ഇന്ന് ആ നാട്ടിലില്ല. അത് സത്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ മാത്രം വസതിയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ചെല്ലണം. ഒരിക്കൽ ചെങ്കോടി ഉയർന്ന് കളിച്ചിരുന്ന നാടാണത്. ആ സ്ഥലമൊക്കെ പോയി. ഇവിടെയൊക്കെ ഇത്തരം നമ്മളൊരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, കമ്മ്യൂണിസം എന്നൊക്കെ ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് കൈകോർത്തോ ആ നാട്ടിൽ നിങ്ങളാണ് ഓടിയത്. ഇറാനിൽ അതിശക്തമായ വേരുകൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിസത്തിന്. അത് അവിടുന്ന് ഓടാൻ കാരണം എന്താ? ഇത്തരം ഇസ്ലാമിസ്റ്റുകളുമായി കൈകോർത്തു. അതിനുശേഷം അഫ്ഗാനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും കൈകോർത്തു, ഇത്തരം ഇസ്ലാമിസ്റ്റുകളുമായി കൈകോർത്തു. ഇവിടെയും എന്താ സംഭവിക്കുന്നത്? തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്കൊപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഇത്തരത്തിലെ പരിപാടികൾ ഞങ്ങൾ സാമാന്യങ്ങളായ മുസ്ലിം സഹോദരന്മാരെ കുറിച്ചല്ല പറയുന്നത്. അവരും, ഞാൻ പറയാറുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് സാധുക്കളായ മുസ്ലിങ്ങളാണ്. അവരും കുടിയിറക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഇസ്ലാം മറ്റൊരു ഭാവമാണ്, മറ്റൊരു രൂപമുണ്ട്. ആ രൂപത്തോട് ഈ കമ്മ്യൂണിസം കൈകോർക്കുമ്പോൾ മൗനമായിട്ട് അപ്പുറത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സതീശന്റെ പാർട്ടി നിൽക്കുകയാണ്. അദ്ദേഹം തൊട്ടടുത്ത ആളാണ്. എനിക്ക് പറയാനുള്ളത്, ഇത്തരം ആളുകളെ, ഈ മൗനീ ബാവകളെ തിരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയപരമായിട്ടാണ്, ജനാധിപത്യപരമായിട്ടാണ്, മറ്റു രീതിയിലല്ല, നിയമപരമായിട്ടാണ്. ബാലറ്റിലൂടെ പ്രതികരിക്കാനുള്ള നിങ്ങളുടെ അവകാശം തീർച്ചയായിട്ടും ഉപയോഗിക്കാണ് വേണ്ടത്. പരമ്പരാഗതമായ ആ രാഷ്ട്രീയ ബോധങ്ങൾക്കപ്പുറത്ത് കാലോചിതമായ നിലപാടെടുക്കാൻ ഇവിടെ കഷ്ടപ്പെടുന്ന ജനസമൂഹം ജാതിക്കും മതത്തിനും അപ്പുറത്ത് തയ്യാറാകണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ലോഹയിട്ട തീവ്രവാദികൾക്കൊപ്പം ബൈബിൾ വിളിച്ചൊരു തീവ്രവാദി നിങ്ങളോടുള്ള എല്ലാ ഐക്യദാർഢ്യവും ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും സഹോദരങ്ങളും ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ സ്ഥലത്ത് നിങ്ങൾക്കുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമാവുകയാണ്. ഈ സമരസാഗരത്തിൽ ഞങ്ങളും ലയിച്ചു ചേരുകയാണ്. വിജയം വരെ. കാരണം ഇത് പ്രാണനുമായുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കും എന്ന ഉറപ്പ് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.